ഹലോ, അമീലിയ ഹാൻഡിക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതുതായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ആൽബം എങ്ങനെ മേക്ക് ചെയ്യാമെന്നാണ്. നമ്മൾ കുറേ ചിന്തിച്ചിട്ടുണ്ടാവും, നമ്മുടെ കുഞ്ഞുങ്ങളുടെയോ അല്ലെങ്കിൽ നമ്മുടെയോ മെമ്മറീസൊക്കെ സൂക്ഷിക്കാൻ ഒരു ആൽബം വേണം. പക്ഷെ എവിടെ തിരക്കിയാലും ആൽബങ്ങൾ ചെയ്യാൻ ഒരുപാട് റേറ്റാണ്. 1000, 1500, 2000 അങ്ങനെ അങ്ങനെ നീണ്ടുപോകും. പക്ഷേ പേജസും ഫോട്ടോയും ഉൾക്കൊള്ളുന്നത് കുറച്ച് മാത്രമായിരിക്കും. കൂടിപ്പോയാലൊരു 7-8 പേജ് കാണും. അതിൽ ഒരു 40 ഫോട്ടോയോ അല്ലെങ്കിൽ 20 ഫോട്ടോയോ ഒക്കെ ആയിരിക്കും. അവിടെയാണ് അമേലിയ ഹാൻഡിക്രാഫ്റ്റ് വ്യത്യസ്തമാകുന്നത്. നമുക്ക് പരിചയപ്പെട്ടാലോ, കണ്ടാലോ? അത് നമുക്കിഷ്ടപ്പെട്ട എല്ലാ ഫോട്ടോസുകളും നല്ല ക്വാളിറ്റിയിൽ അതിൽ ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഒരിക്കലും എന്താ പറയുക, കല്യാണ ആൽബമൊക്കെ ചെയ്യുമ്പോഴത്തെ ആൽബം അല്ല, വേറെ സിമ്പിൾ ആൽബമാണ്. പക്ഷേ ഫോട്ടോസിന് ഒരു കേടുപാട് ഉണ്ടാവാതെ നമുക്കത് സൂക്ഷിച്ച് കാലാകാലങ്ങളോളം ഉപയോഗിക്കാൻ പറ്റും, നോക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ആൽബമാണ് നമുക്ക് കാണാം. ഒത്തിരി പേജസും ഉണ്ട്, അതുപോലെ തന്നെ റേറ്റും അഫോർഡബിൾ പ്രൈസിലാണ്. അതുപോലെ നമുക്ക് ഫോട്ടോസും ഏത് ഫോട്ടോസുകൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്കിഷ്ടമുള്ള ഏത് മെമ്മറീസും അതിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. വീഡിയോയിലേക്ക് പോയാലോ? വരൂ. ഇതാണ് ആൽബം വരുന്നത്. അതിൻ്റെ ഫ്രെയിം ഫ്രണ്ടും ബാക്കും വുഡിൻ്റെ ഫ്രെയിമാണ്, അങ്ങനെ പൊട്ടിപ്പോകുന്നതൊന്നുമല്ല. അതുപോലെ തന്നെ അതിൻ്റെ ഭാഗം വന്നിട്ട് ഫോട്ടോസ് ഒട്ടിക്കുന്ന ബ്ലാക്ക് ഷീറ്റിലാണ്. ബ്ലാക്ക് ഷീറ്റിൽ നമുക്ക് ഫോട്ടോ ഒട്ടിക്കാം. ഓരോ ഫോട്ടോസും തമ്മിൽ ഒട്ടാതിരിക്കാൻ അതിൻ്റെ നടുക്ക് ഭാഗങ്ങളിലായിട്ട് ഒരു വൈറ്റ് ഷീറ്റും കൂടി കാണാൻ പറ്റും. ഇത് ഞാൻ മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ഫോട്ടോസുകളാണ്. ഈ ഫ്രെയിം മൊത്തം, ആൽബം മൊത്തം ഫുള്ളായിട്ടില്ല. കുറച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോസുകൾ മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. ഫ്രണ്ട് പേജിൽ ഞാൻ 3 ഫോട്ടോയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. 3 ഫോട്ടോയെ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നല്ല, അതിലധികം ഫോട്ടോസുകൾ ആഡ് ചെയ്യാം. ഇത് ഞാനെടുത്ത ഫോട്ടോസുകൾ ഇച്ചിരി വലിപ്പം കൂടുതലായതുകൊണ്ടാണ് 3 ഫോട്ടോ ആഡ് ആയിരിക്കുന്നത്. അതിൽ കൂടുതൽ ഫോട്ടോ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. വലിപ്പം കുറച്ചെടുത്താൽ നമുക്ക് അത്രയും സ്പേസ് ലാഭിച്ച് ഫോട്ടോസുകൾ ഒത്തിരി ആഡ് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, ഇതിലൊക്കെ ഞാനിങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്. നടുക്ക് ഇതുപോലെ ഒരു പേപ്പർ ഉള്ളത് കൊണ്ട്, ഒരു ഷീറ്റ് ഉള്ളത് കൊണ്ട് ഒരിക്കലും നമുക്ക് ഫോട്ടോകൾ തമ്മിൽ ചീത്തയായി പോകുമെന്ന ഒരു പേടി വേണ്ട. അങ്ങനെ ഒരിക്കലും ഉണ്ടാകത്തില്ല. നമുക്കിഷ്ടമുള്ള എല്ലാ ഫോട്ടോസുകൾ നമ്മുടെ ഫോണിൽ ചിലപ്പോൾ സൂക്ഷിക്കുമ്പോൾ ഫോൺ മാറുമ്പോഴോ എന്തെങ്കിലും കാരണവശാൽ ഫോട്ടോസുകൾ പലതും ഡിലീറ്റായി പോകാറുണ്ട്. അങ്ങനെ ഡിലീറ്റായി പോവാതിരിക്കാം നമുക്ക് സൂക്ഷിക്കാം. ഡിലീറ്റായി പോയാലും നമുക്ക് ആ ഫോട്ടോസുകളെല്ലാം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇത് നോക്കിയത്. കുറേ നാളുകൊണ്ട് ഞാനും ഇതുപോലെ ഫോട്ടോസുകളും കാര്യങ്ങളും ആൽബം ചെയ്യാൻ ഒത്തിരി തപ്പി നടന്നതാണ്. പലയിടത്ത് ചോദിച്ചപ്പോഴും പല റേറ്റാണ്. അത് നമുക്ക് ഫോട്ടോസും കുറവായിരിക്കും, റേറ്റും കൂടുതലായിരിക്കും. നമുക്ക് പിന്നെയും പിന്നെയും ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് അത്രയും റേറ്റ് കൊടുക്കാനും പറ്റില്ല, നമ്മളെ കയ്യിലും കാണത്തില്ല. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് എൻ്റെ ചിന്തയിൽ ഇതുപോലെ ഒരു ഇത് വന്നത്. ഇപ്പം നമുക്ക് മാരേജ് ഫോട്ടോസുകളാണ്. മാരേജിന് ആൽബം വീഡിയോ എടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ ആ ഫോട്ടോസ് ഫോണിൽ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ അതിന് ആൽബം ചെയ്യാൻ പറ്റും. ഒരു കുഴപ്പവുമില്ല. നമ്മൾ കല്യാണ ആൽബം പോലത്തെ ആൽബം അല്ല, എങ്കിലും നമുക്കത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും, ഒരു കുഴപ്പവും വരത്തില്ല. അതായത് ഒത്തിരി പേജുകൾ, ഇപ്പോൾ കണ്ടല്ലോ, ഒത്തിരി പേജുകളാണ് ഉള്ളത്. അതുപോലെ ഇതുപോലെ 2 ക്ലിപ്പുകളും ഉണ്ട്. ഇത് നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റുന്ന ക്ലിപ്പുകളാണ്. എടുത്ത് മാറ്റിയിട്ടൊക്കെ വെക്കാം. ഒരു കുഴപ്പവും വരത്തില്ല, നമുക്ക് സൂക്ഷിച്ച് വെക്കാം.